ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും 6th സെം ഓൺലൈൻ ട്യൂഷൻ്റെ 9ാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1 യൂണിറ്റ് 1ൻ്റെ 9ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ടോപ്പിക്സ് ഈ ഒരു ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് പോർഷൻസ് കൂടെ ഉണ്ട്. തിയറി പോർഷനിൽ കുറച്ചുകൂടെ, പിന്നെ കുറച്ച് ഇവിടെ പ്രാക്ടിക്കൽ പ്രൊസീജിയർ വൈസ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് കൂടെ നമുക്ക് പറയാനുണ്ട്. അതും നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് സിലബസിലോട്ട് പോകാം. ഇവിടെ ഇനി നമുക്ക് എടുക്കാനുള്ളത് ഈ രണ്ട് പോർഷൻസ് ആണ്. കെയർ ഓഫ് അണ്ടർ 5 ആൻഡ് അണ്ടർ 5 ക്ലിനിക്സ് ഓർ വെൽ ബേബി ക്ലിനിക്സ്. പിന്നെ ഉള്ളത് ഈ ഒരു ടോപ്പിക്കും, പിന്നെ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്. ഇവിടെ ഒരു ചെറിയൊരു ടോപ്പിക് കൂടെയുണ്ട്, കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ഫോർ ചിൽഡ്രൻ. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിൽ എടുക്കാനുള്ളത്. എന്നാൽ നമ്മൾ ഇന്ന് വേറൊരു അഡീഷണൽ ഒരു ടോപ്പിക്സ് കൂടി പഠിക്കും. ദാറ്റ് ഈസ് പ്രിവെൻറ്റീവ് പീഡിയാട്രിക്സിൻ്റെ കോൺസെപ്റ്റ്. അതായത് ബാക്കിയുള്ള ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, കോൾഡ് ചെയിൻ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ പ്രിവെൻറ്റീവ് പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞ് 5 മാർക്കിന് ചോദിച്ചാൽ, ഇമ്മ്യൂണൈസേഷൻ ചോദിച്ചാൽ എഴുതാൻ അറിയാം, ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ചോദിച്ചാൽ എഴുതാൻ അറിയാം, കോൾഡ് ചെയിൻ ചോദിച്ചാൽ എഴുതാൻ അറിയാം. എന്നാൽ പ്രിവെൻറ്റീവ് പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ചോദിച്ചാൽ എന്ത് നിങ്ങൾ എഴുതണം, അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് അണ്ടർ 5 ക്ലിനിക്കിനെ കുറിച്ചും ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റിനെ കുറിച്ചും കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ഫോർ ചിൽഡ്രൻ, ഈ ടോപ്പിക്സുകളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതോടുകൂടി ഇതുവരെയുള്ള തിയറി ടോപ്പിക്കുകളെല്ലാം കംപ്ലീറ്റ്. ഇവിടെ നോക്കാം, പ്രിവെൻറ്റീവ് പീഡിയാട്രിക്സ്. ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. പ്രിവെൻറ്റീവ് പീഡിയാട്രിക്സ് എന്നതിൻ്റെ മീനിങ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് പീഡിയാട്രിക്സ് മീൻസ് കുട്ടികൾ, അല്ലെ, ചൈൽഡ് ഹെൽത്ത് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതും അവർക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള പ്രിവെൻറ്റീവ് സ്റ്റെപ്സിനെയാണ് പ്രിവെൻറ്റീവ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വായിക്കാം. അതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ എസ്സേ എന്തെങ്കിലും ഈ ഒരു പോർഷനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് അവിടെ ആഡ് ചെയ്യാവുന്നതാണ്, അല്ലാതെ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. പീഡിയാട്രിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് ഡീലിംഗ് വിത്ത് ചിൽഡ്രൻ. ഇൻ എനി കൺട്രി, mothers and children constitute approximately 59% of population. In India, women of childbearing age, that is 15 to 44 years, constitute 19%, and children less than 15 years of age about 40% of total population. നമ്മുടെ ക്ലാസ് തുടങ്ങിയ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ രാജ്യത്ത്, ലോകത്തായാലും ലോകമെമ്പാടായാലും നമ്മുടെ രാജ്യത്ത് മാത്രമായാലും കൂടുതൽ ജനതയും എന്താണ്, വിമനും പിന്നെ കുട്ടികളും ആണ്. Together they constitute a major portion of the population. By virtue of their number, mothers and children are the major consumers of health services. അവരുടെ എണ്ണം കെയർ കൊടുക്കുന്നുണ്ട്, വി ആർ ഇൻട്രസ്റ്റഡ് ടു ദം എന്നവർക്ക് തോന്നണം. ആ രീതിയിൽ നമ്മൾ അവർക്ക് ഒബ്സർവ് ചെയ്യും, ആ രീതിയിൽ നമ്മളവിടെ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അപ്പോൾ ഈ രീതിയിലാണ് കുഞ്ഞുങ്ങളുടെ അടുത്ത് എന്താ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കുറവാണ്. ഇനി ചാൻസ് വന്നാൽ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ സ്വന്തം വാചകത്തിൽ നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് തിയറി ടോപ്പിക്സിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഒരു ക്ലാസ് കൂടെ ഉണ്ടാവും. അതായത് നമ്മുടെ സിലബസിൽ ഇതുവരെയുള്ള എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഇനി ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. അതായത് നമ്മുടെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൻ്റെ സെയിം തന്നെയാണ്. അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൽ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പഠിച്ചിരുന്നു, അതുപോലെ ഫ്ലൂയിഡ് കാൽക്കുലേഷൻ നമ്മൾ പഠിച്ചിരുന്നു, അതുപോലെ പേഷ്യൻസിന് റെസ്ട്രെയിൻസ് അപ്ലൈ ചെയ്യുന്നത് പഠിച്ചു, അതുപോലെ പേഷ്യൻസിന് നമ്മൾ പെയിൻ അസസ്മെൻറ്റ് സ്കെയിൽ നമ്മൾ പഠിച്ചു. ആ സെയിം മെത്തേഡുകൾ അല്ലെങ്കിൽ സെയിം പ്രൊസീജിയേഴ്സ് കുഞ്ഞുങ്ങളിൽ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. ആക്ച്വലി ഇത് പ്രാക്ടിക്കൽസ് ആണ്. അത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഒരു ചെറിയ ക്ലാസ്സിൽ ചുരുക്കി ഒന്ന് പറഞ്ഞു തരാം. സപ്പോസ് ഓൺവേർഡ് ക്വസ്റ്റ്യൻസോ 2 മാർക്ക് ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഇതിനകത്തൊന്ന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടും, അത് കൂടാതെ നിങ്ങളുടെ വൈവ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യുമുലേറ്റീവ് റെക്കോർഡ് ഫുൾഫിൽ ചെയ്യുന്നതിനും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ അഡീഷണൽ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി അതുകൂടെ എടുത്തു തരാം. ഓക്കെ.